السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ഏറ്റവും ബഹുമാന്യരായ പൈതൃക മീഡിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിനായി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിൽ 8ാമത്തെ പ്രഭാഷണമാണ് ഇന്ന്. കഴിഞ്ഞ 7 പ്രഭാഷണങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കാനുണ്ടായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇസ്ലാം കേരളത്തിലെത്തിയ ചരിത്രങ്ങളിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചു. ആഗോള വ്യാപകമായും മലബാറിലും മുസ്ലിങ്ങൾ യൂറോപ്യരിൽ നിന്ന് അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതുപോലെ നമ്മുടെ രാജ്യം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കുറേശ്ശെയായി നാം പറയുകയുണ്ടായി. കൂട്ടത്തിൽ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് സ്വന്തം രക്ഷക്കായി നാടുവിട്ട് കൊടുങ്ങല്ലൂരിനടുത്ത് ഏറിയാട് താമസമാക്കിയ KM മൗലവിയും MCC മൗലവിയും അതുപോലുള്ള കൂട്ടുകെട്ട്, അവർക്ക് മുന്നിലായി KM സീരി സാഹിബും അവരുടെ കുടുംബവും എല്ലാം മലബാറിലെ സമരസേനാനികളോട് കൂറ് പ്രഖ്യാപിക്കാതെ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ, അവിടെ വിധവകളായവരോടും അനാഥകളായ കുഞ്ഞുങ്ങളോടും യാതൊരു കാരുണ്യവും കാണിക്കാതെ സ്വന്തം തട്ടകമാക്കി ഇപ്പോൾ പുതുതായി അവർ തിരഞ്ഞെടുത്ത കൊടുങ്ങല്ലൂർ ഏരിയയിൽ ആസ്പദമാക്കി അവർ ആദ്യം മജ്‌ലിസുൽ ഉലമയും പിന്നെ നിഷ്പക്ഷ സംഘവും ശേഷം ഐക്യസംഘവും രൂപീകരിച്ച് ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ കുറേശ്ശെയായി പ്രചരിപ്പിക്കുകയും അതിൻ്റെ കടന്നുകയറ്റം മലബാറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് മഹാനായ അഹമ്മദ് കോയ ഷാരിയാത്തിയെപ്പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ച് ബിദ്അത്തിനെ വളരാൻ അനുവദിച്ചാൽ ഇസ്ലാം തകർന്നു പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ച സഹാബത്ത് ഇവിടെ താമസിച്ച് പഠിപ്പിച്ചു തന്ന ഇസ്ലാം അത് അതേമാതിരി തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി ആ വിഭാഗത്തെ അറിയപ്പെടാൻ അവർക്കൊരു പണ്ഡിത കൂട്ടായ്മ വേണമെന്ന ചർച്ചയിലെത്തുകയും അതിനെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി 1925 കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ ഏതാനും മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ ചേരുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ഇന്നത്തെ മാതിരി ഭൗതിക സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, മംഗലാപുരം, അതുപോലെ കേരളവുമായി ഒപ്പം നിൽക്കുന്ന തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങൾ, ഗൂഡല്ലൂർ പോലുള്ള പ്രദേശങ്ങൾ, അവിടെയെല്ലാമുള്ള ആലിമീങ്ങളെ നേരിട്ട് കണ്ട് സംഘടിതരാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ടി വന്നു എന്ന
കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനും ഒരു സമിതി തീരുമാനിച്ചു. ആ സമിതിയുടെ പ്രസിഡന്റ് മലപ്പുറം ജില്ലയിലെ കാവനൂർ സ്വദേശിയായിരുന്ന KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരും, കൺവീനർ കോഴിക്കോട് പാറോപ്പടി സ്വദേശി പാറോൽ ഹുസൈൻ സാഹിബ്, ഇങ്ങനെയുള്ള ഒരു കുറഞ്ഞ ആളുകളുള്ള ഒരു സമിതി തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ സമിതി ഒരു വർഷം നീണ്ടുനിന്ന അധ്വാനം, അതിൻ്റെ ഭാഗമായി അവർ എടവണ്ണ, ചാലിയം, മഞ്ചേരി, കോഴിക്കോട് പോലുള്ള പ്രദേശങ്ങളിൽ ടൗണുകളിൽ ആശയ വിശദീകരണ സമ്മേളനവും നടത്തി. പിന്നീട് അവർ കേരളത്തിലെ കണ്ടെത്താവുന്ന ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ സാധ്യമായ എല്ലാ ആലിമീങ്ങളെയും സമീപിക്കുകയും അവരെ 1926 കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് വിളിച്ചു കൂട്ടുകയും അവിടെ വെച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതെന്നും ഇതിനെ നാം പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആദ്യമായി ഇപ്പോൾ 100 വർഷത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളർച്ച അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ നേതൃത്വത്തിലുള്ള ആ 2 ആളുകളെയും ആ സമിതിയിലുണ്ടായിരുന്ന ആളുകളുടെയും പ്രവർത്തനത്തിൻ്റെ ഗൗരവവും വലിപ്പവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നോക്കൂ, ഇന്നിപ്പോൾ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ല വരെ ഇന്ന് വെസ്റ്റും ഈസ്റ്റുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം നമുക്കൊന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസം. ഏത് കാലത്ത് വാട്സപ്പ് യഥേഷ്ടം ഉപയോഗിക്കാൻ പണച്ചെലവില്ലാതെ സൗകര്യം കിട്ടിയ ഈ കാലഘട്ടം, എന്നിട്ട് പോലും നമുക്ക് ദൂരം കൂടുന്നു, യാത്ര ക്ഷീണം വരുന്നു, സാമ്പത്തിക ചെലവ് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പല പ്രയാസങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വാഹനമില്ലാത്ത, മൊബൈലില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ഇങ്ങേയറ്റം ഗൂഡല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാരെ നേരിൽ ചെന്ന് കണ്ട് വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി അവരെയെല്ലാം കോഴിക്കോട് ടൗൺ ഹാളിൽ എത്തിച്ച് ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമിതി, ആ സമിതിയുടെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ, കൺവീനർ, അവരെയെങ്കിലും നമ്മൾ ഓർക്കുന്നത് ഈ സമസ്തയുടെ നാൾ വഴി പറയുന്ന കൂട്ടത്തിൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഈ 2 ആളുകളെപ്പറ്റി ചെറിയൊരു വിവരണമാണ് ഇന്ന് നൽകുന്നത്. ആദ്യം നമുക്ക് KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരെ പരിചയപ്പെടാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഹിജറ 1309 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 1309 ആകുമ്പോൾ AD 1894 ആവും. 1894 അഥവാ ഹിജറ 1309 അദ്ദേഹം ജനിക്കുന്നു. കാവനൂര് ഇപ്പോഴും പണ്ഡിതന്മാരുടെ ഒരു പട്ടണമാണ്. അത് കാവനൂരിൻ്റെ പാരമ്പര്യമാണ് എന്ന് അഹമ്മദ് മീറാൻ മുസ്ലിയാരോട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാവനൂര് കരുവാപ്പറമ്പിൽ മുഹമ്മദ് കുട്ടിയുടെ മകനായിട്ടാണ് അദ്ദേഹം 1309 കാവനൂരിൽ ജനിക്കുന്നത്. പ്രാഥമിക പഠനം കാവനൂരിൽ തന്നെ പൂർത്തിയാക്കിയ ശേഷം അക്കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ദർസ് നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം കിതാബ് ഓതാൻ വേണ്ടി ചെന്നെത്തി. പ്രധാനമായി അദ്ദേഹം ദർസിൽ ഓതിപ്പടിച്ച സ്ഥലങ്ങൾ ഒന്ന് വാഴക്കാടാണ്. അത് കേരളീയ പണ്ഡിതന്മാരുടെ ഒരു പ്രധാന ചരിത്രമാണ് വാഴക്കാട് ഓതുക എന്നുള്ളത്. വാഴക്കാട്, കൊടിയത്തൂര്, മൊറയൂര്, ഇതാണ് പ്രധാനപ്പെട്ട അദ്ദേഹം ഓതിപ്പടിച്ച സ്ഥലം.
ആ പഠനത്തിന് ശേഷം അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിൽ ചെന്ന് ബാക്കബി ബിരുദം നേടി ഇറങ്ങി വന്ന ശേഷം അദ്ദേഹം 1342 ബാക്കബിയായി നാട്ടിൽ തിരിച്ചെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദ് ബാക്കിയാത്തിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള മഹാന്മാരാണ്. വെല്ലൂർ ബാക്കിയാത്തിൽ പിന്നെ അന്ന് വലിയ വലിയ മഹാന്മാർ ജബ്ബാർ അസ്രത്തിനെ പോലുള്ളൊക്കെയുള്ള വലിയ മശായിഖന്മാർ ദർസ് നടത്തുന്ന കാലമാണ്. അവിടെ നിന്ന് പഠിച്ച് ബിരുദം നേടി 1342 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ബേപ്പൂരിൽ അദ്ദേഹം ദർസ് തുടങ്ങി. പിന്നീട് അദ്ദേഹം നിലമ്പൂർ ഖാദിയും മുദരിസുമായി ചുമതലയേറ്റെടുത്തു. 1930 അദ്ദേഹം ഹജ്ജിന് പോകുന്നത്. 1930 അദ്ദേഹം ഹജ്ജിന് പോയി. തിരിച്ചു വന്ന ശേഷം അദ്ദേഹം നിലമ്പൂരിലെ ഖാദിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ദർസ് അദ്ദേഹം കാട്ടുമുണ്ടയിലേക്ക് മാറ്റി. കാട്ടുമുണ്ട എന്ന് പറഞ്ഞാൽ മമ്പാടാണ്, അവിടേക്ക് അദ്ദേഹം മാറ്റി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 1931 അദ്ദേഹം കാട്ടുമുണ്ടയിൽ ദർസ് ആരംഭിക്കുന്നത്. കാട്ടുമുണ്ടയിൽ സയ്യിദന്മാരുടെ ധാരാളം കുടുംബങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കാട്ടുമുണ്ടയിലെ സയ്യിദ് സീദിക്കോയ തങ്ങളുടെ മകൾ ആയിഷ എന്ന ചെറുബീവിയെയാണ് അവർ വിവാഹം ചെയ്തത്. ആ ബീവിയുടെ ഒരു ഓമനപ്പേരാണ് ചെറുബീവിന്ന്. സയ്യിദ് സീദിക്കോയ തങ്ങളുടെ മകൾ ആയിഷ എന്ന ചെറുബീവിയെ കല്യാണം കഴിച്ചു. അതിൽ ഒരു മകനും 2 പെൺമക്കളുമുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്ക് ഇവരുടെ ഈ പരമ്പരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ശ്രവിക്കുന്ന, ഈ വിശദീകരണം ശ്രവിക്കുന്ന കാവലൂരുകാർ, അതുപോലെ പത്തിരിയാലുകാർ, അദ്ദേഹം ഏറെ കാലം പത്തിരിയാലിൽ അവിടെ ആ പ്രദേശത്തൊക്കെ ഖാദിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമസ്തൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം നിലമ്പൂർ ഖാദി എന്ന് നിലയ്ക്ക് നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തിരുവാലി മീറ മുസ്ലിയാർ എന്ന് അദ്ദേഹത്തെ നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊക്കെ ഒരാളാണ്. അദ്ദേഹം തിരുവാലി ഭാഗത്ത് ഖാദിയായ സമയത്ത് പത്തിരാലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. കല്യാണം കഴിച്ചത് കാട്ടുമുണ്ടയിലാണ്. സയ്യിദ് സീദിക്കോയ തങ്ങളുടെ മോള് ആയിഷ ബീവിയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം മരണപ്പെട്ടതും കാട്ടുമുണ്ടയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നത് കാട്ടുമുണ്ട ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്ത് ഈ സയ്യിദന്മാരുടെ ഒരു ഖബറിൻ്റെ ഒരു കെട്ടുണ്ട്. അതിൽ ആണ് അദ്ദേഹത്തെ മറമാടിയിരിക്കുന്നത്. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്ന നിലയിൽ ഒരു വലിയ ആദരവുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് കാട്ടുമുണ്ട സയ്യിദന്മാരുടെ ഒരു ഖബറുകളുടെ ഒരു കെട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ പറയുന്നത്, ഈ തിരുവാലി പത്തിരിയാൽ കാട്ടുമുണ്ടുള്ള ആളുകൾ, കാവലൂരുകാർക്ക് അത് അറിഞ്ഞോളന്നില്ല. കാരണം അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ അദ്ദേഹം നിലമ്പൂർ, അതുപോലെ പിന്നെ പത്തിരിയാൽ, തിരുവാലി, കാട്ടുമുണ്ട, മമ്പാട് ഇതുപോലുള്ള ഏരിയയിൽ ഖാദിയും മുദരിസുമൊക്കെ ആയതുകൊണ്ട് കുടുംബം അവിടെയാണ്. കല്യാണം കഴിച്ചു കാട്ടുമുണ്ടയിൽ നിന്നാണല്ലോ. അപ്പോൾ കാട്ടുമുണ്ടയിലുള്ള അല്ലെങ്കിൽ പത്തിരിയാലിലുള്ള തിരുവാലിയിലുള്ള ആളുകൾ ആ കുടുംബത്തെ പറ്റിയൊന്ന് അന്വേഷിച്ച് അവരിൽ നിന്ന് ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പരിചയപ്പെടാം. കാരണം അവരുടെ ഉപ്പാപ്പയാണല്ലോ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഒരു വഴിയൊരുക്കിയത്. അപ്പോൾ അവരുടെ പേരമക്കളെ കാണുക, അതിലൊരു സന്തോഷം പ്രകടിപ്പിക്കുക എന്നൊക്കെ ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിച്ചു. എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ചരിത്രം എങ്ങനെയാണ്? 1930 ഹജ്ജിന് പോയി 31 തിരിച്ചു വന്നു. കാട്ടുമുണ്ടയിൽ ദർസ് നടത്തി. കാട്ടുമുണ്ട സയ്യിദ് സീദിക്കോയ തങ്ങളുടെ മകൾ ആയിഷ എന്ന ചെറുബീവിയെ കല്യാണം കഴിച്ചു. അതിൽ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും ഉണ്ടായി എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മഹാനവറുകൾ 1925 രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാനായിക്കൊണ്ട് 1 വർഷം കഠിനാധ്വാനം ചെയ്തു. ആ മഹാനവറുകളുടെ
അങ്ങേയറ്റത്തെ സഹിയാണ് 926 കോഴിക്കോട് ടൗൺ ഹാളിൽ അതിവിപുലമായ പണ്ഡിത കോൺഫറൻസ് ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞതും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക കമ്മിറ്റി രൂപീകരിക്കാനായതും ഒരു നൂറ്റാണ്ടുകാലം യഥാർത്ഥ ദീൻ ഇവിടെ നിലനിർത്താൻ സാധിച്ചതും ആ മഹാനവറുകളുടെ സഹിയാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പണ്ഡിതൻ ബാക്കവ്യ അക്കാലഘട്ടത്തിൽ ബാക്കവ്യ ബിരുദം എടുത്ത ഒരാളെ പറ്റി വലിയ പണ്ഡിതനെന്ന് പറയേണ്ട ആവശ്യമില്ല. വലിയ വലിയ പണ്ഡിതനാണെന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് നല്ല മുദല്ലിസ്, നല്ല പ്രഭാഷകൻ, നല്ല സംഘാടകൻ, അതുപോലെ ആത്മീയമായി അദ്ദേഹം ഈ ചികിത്സിക്കുന്ന ആളുമായിരുന്നു. മന്ത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അസറുള്ള വാക്കുഫലമുള്ള ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അറബി ഭാഷ അറിയുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, വലിയ പണ്ഡിതനാണ്. അതുകൊണ്ട് മലയാളം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് പറയേണ്ടതില്ല, കാരണം അദ്ദേഹം മലയാളിയാണ്. അതുപോലെ പണ്ഡിതൻ എന്നതുകൊണ്ട് അറബിയുമാണ്. എന്നാൽ ഈ രണ്ട് ഭാഷകൾക്ക് പുറമെ അദ്ദേഹത്തിന് ഉറുദു ഭാഷയും പേർഷ്യൻ ഭാഷയും ഇംഗ്ലീഷിൽ വലിയ കഴിവുമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ അറബി, മലയാളം, ഉറുദു, പേർഷ്യൻ, ഇംഗ്ലീഷ് ഇങ്ങനെ നിലവിൽ 5 ഭാഷകൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്ന ആൾ ആയിരുന്നു അദ്ദേഹം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ പുത്തൻ പ്രസ്ഥാനക്കാർ അവർ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ആളുകൾ, നമ്മൾ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, ഇങ്ങനെയൊക്കെയാണല്ലോ അവർ കളിയാക്കൽ. എന്നാൽ അത്തരം അഹ്വാന്മാരെ അറിയേണ്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ ആരുടെ ചരിത്രം പരിശോധിച്ചാലും അവർ വലിയ വിദ്യാഭ്യാസ പ്രാവീണ്യം നേടിയ ആളുകളായിരുന്നു. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഉറുദുവിൽ, സംസ്കൃതത്തിൽ, പേർഷ്യൻ ഭാഷയിൽ ഇതിലെല്ലാം കഴിവ് തെളിയിച്ചവരായിരുന്ന കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ. ഏറനാട് താലൂക്കിൽപ്പെട്ട കാവനൂർ AD 1896 ജനിച്ച ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് ഭാഷയിൽ അവഗാഹം നേടിയിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ സമസ്ത നേതാക്കന്മാരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആഴമെത്രയാണ്. മാത്രമല്ല, അദ്ദേഹം 1926 അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡൻ്റായി. ഒരു സയ്യിദിൻ്റെ ബറക്കത്തിനും മാത്രമല്ല അദ്ദേഹം വലിയ മുഫ്തിയും മലബാറിലെ അറിയപ്പെട്ട പണ്ഡിതനും അതുവഴി ലോകത്ത് തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ അപൂർവം ചില പ്രഗത്ഭരിൽപ്പെട്ട ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അദ്ദേഹത്തിന് അന്ന് തന്നെ നല്ല പ്രായമുണ്ട്. അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കിയപ്പോൾ ഇതിന് കളമൊരുക്കി കേരളം മൊത്തം യാത്ര ചെയ്ത് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിയ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ അഥവാ കരുവാപ്പറമ്പിൽ മുഹമ്മദ് മുസ്ലിയാർ വൈസ് പ്രസിഡൻ്റായി. അദ്ദേഹം വഫാത്താകുന്നത് 1947 മാർച്ചിനാണ്. 1947 അദ്ദേഹം വഫാത്താകുന്നത്. അതുവരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻ്റായി, പതിറ്റാണ്ടുകൾ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായി മഹാനവറുകൾ. അദ്ദേഹം 930 ഹജ്ജിന് പോയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം അദ്ദേഹം തൻ്റെ വിജ്ഞാനം കൂടുതൽ പെരുപ്പിക്കുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 2 വർഷം അദ്ദേഹം മക്കയിൽ താമസിച്ച് ഇൽമ് നുകർന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. 2 വർഷം അദ്ദേഹം സൗദി അറേബ്യയിൽ മക്കയിൽ താമസിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശ പ്രചരണവുമായി കേരളത്തിലുടനീളം യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ജനങ്ങളെ ഏറ്റവും ദീനിയായി ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അതിനിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബർമ്മയിലും സിംഗപ്പൂരിലും ഒക്കെ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1947 മാർച്ചിൽ വഫാത്തായ
സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ അഥവാ അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷനായ എൻ്റെ നാട്ടുകാരനായ കാവനൂർ സ്വദേശിയായ KP അഹമ്മദ് മീറാൻ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം പിന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ മമ്പാട് പഴയ ജുമാഅത്ത് പള്ളിയാണല്ലോ, മമ്പാട് കാട്ടുമുണ്ട ജുമാഅത്ത് പള്ളി. ആ ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്ത് തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. സാധ്യമാകുന്നവരൊക്കെ അദ്ദേഹത്തെ സിയാറത്ത് ചെയ്ത് പുണ്യം നേടണം. പ്രത്യേകിച്ച് ഇന്നത്തെ സംഘടനാ പ്രവർത്തകന്മാർ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി നോക്കൂ. ഞാനിന്ന് ഒരു SSF കാരനാണെങ്കിൽ, SSFിൻ്റെ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിന്നൊരു SSFകാരനാണെങ്കിൽ, SYSൻ്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളിന്നൊരു SYSൻ്റെ പ്രവർത്തകന്മാരാണെങ്കിൽ, അതുപോലെ ഞാനിന്നൊരു കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരാണെങ്കിൽ, അതുപോലെ ഇന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘാടകരും പ്രവർത്തകന്മാരുമായ മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മൾ ഇത്തരം ആളുകളെ പൊരുത്തവും നേടുക എന്ന നിലക്ക് നാമൊക്കെ സിയാറത്ത് ചെയ്യുന്നവരാണ്. ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട KP അഹമ്മദ് മീറാൻ മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സുംറയിലായി അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അന്ന് കൺവീനറായിരുന്ന പാറോൽ ഹുസൈൻ സാഹിബ്, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നില്ല. അല്ലെങ്കിലും ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ സമ്പൂർണ്ണ കമ്മിറ്റിയല്ലല്ലോ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണ്. അതിന് എല്ലാവരും പണ്ഡിതന്മാരായാൽ ഇതിൻ്റെ സംഘാടനത്തിനും ആൾ വേണ്ടേ? അപ്പം അതുകൊണ്ടാണ് സെക്രട്ടറി ആയിട്ട് തികഞ്ഞ പണ്ഡിതനല്ലാതിരുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് പാറോപ്പടി സ്വദേശിയായ പാറോൽ ഹുസൈൻ സാഹിബിനെ ഇതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അക്കാലത്ത് കോഴിക്കോട് പാറോപ്പടി ഖത്തീബായിരുന്ന പാറോൽ കുഞ്ഞാമുട്ടി മല്ലാക്കയും അദ്ദേഹത്തിൻ്റെ ഉമ്മ മാളിയക്കൽ റുക്കിയയുമായിരുന്നു. അപ്പം മാളിയക്കൽ റുക്കിയ എന്ന സഹോദരിയുടെയും പാറോൽ കുഞ്ഞാമുട്ടി മല്ലാക്കയുടെയും, ഈ മല്ലാക്ക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം മല്ലാക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ഒരാൾ, ആ നിലയ്ക്ക് ബാങ്ക് കൊടുക്കുന്ന ആളാണ് കേട്ട് ഏറ്റവും വലിയ മഹത്വമുള്ള ആൾ. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നാളെ നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും കണ്ടുപിടിച്ച് അങ്ങോട്ട് പരിചയപ്പെടാൻ സൗകര്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു ഉയർത്തി നിർത്തും. ബിലാൽ റളിയല്ലാഹു അൻഹു പരക്കെ എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിയുന്ന പോസ്റ്റിലേക്ക് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. കാരണം ആ മുശ്രിക്കീങ്ങൾ അവരെ നാടായി കൊട്ടിഘോഷിച്ചിരുന്ന മക്കയിൽ ശിർക്കിൻ്റെ എല്ലാ കോട്ടക്കൊത്തളങ്ങളെയും തകർത്ത് കളഞ്ഞുകൊണ്ട് ആദ്യമായി ബാങ്കുലി ഉയർത്തിയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരുടെ സുംറയിലായി നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അപ്പം പക്ഷേ ഇടക്കാലത്ത് മല്ലാക്ക എന്ന് പറഞ്ഞാൽ അത് വേറെന്തോ ഒരു വിഭാഗമായി നമ്മളെ മലയാള ശൈലിയുടെ ഒരു കുറവാണത്. ഭാഷ കൊണ്ട് തന്നെ ചില ആൾക്കാർ ചെറുതായി തോന്നുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ മല്ല എന്ന് പറഞ്ഞാൽ അന്ന് വലിയ പണ്ഡിതന്മാർ വരെ ഉപയോഗിച്ചൊരു വാക്കായിരുന്നു. അപ്പം പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ എത്ര വലിയ പണ്ഡിതനാണ്. മഹാനവറുകളുടെ കിതാബുകളൊക്കെ ഇന്നും പാങ്ങിൽ ദർസിൽ പോയാൽ കാണാൻ കഴിയുമല്ലോ. സ്വന്തം കൈയക്ഷരം കൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മല്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പാങ് ജുമാഅത്ത് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഖബർ അവിടെയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വെച്ച ബോർഡിലും പാങ്ങിൽ അഹമ്മദ് കുട്ടി മല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് അതൊരു വിവരം കുറഞ്ഞ ആളെ സ്ഥാനമല്ല മല്ലാക്ക എന്നുള്ളത്. അന്ന് അതൊക്കെ ഒരു അഭിമാനത്തിൻ്റെ നാമമായിരുന്നു. അതുകൊണ്ട് പാറോൽ കുഞ്ഞായമുട്ടി മല്ലാക്കയുടെയും മാളിയക്കൽ റുക്കിയ എന്നവരുടെയും മകനായി 1900 ബഹുമാനപ്പെട്ട പാറോൽ ഹുസൈൻ സാഹിബ് ജനിച്ചത്. പിതാവിനെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം
പിതാവിൽ നിന്ന് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം പൊന്നാനി അടക്കം വിവിധ പള്ളി ദർസുകളിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു മുത്തവ്വൽ ബിരുദം നേടാനോ അല്ലെങ്കിൽ ഇരുത്തം വന്ന മുദരിസിനെ പോലെ ദർസ് നടത്താനോ അദ്ദേഹത്തിന് അവസരമുണ്ടായിട്ടില്ല. അദ്ദേഹം ഉപ്പയുടെ ശേഷം പാറവപ്പടി ഖത്തീബ് സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം ഭൗതിക വിദ്യാഭ്യാസത്തിൽ വളരെ ഉന്നതനായിരുന്നു. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിൽ നിന്ന് പഠനം കുറിച്ച് മലപ്പുറം ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ അദ്ദേഹം പഠനം തുടർന്നു. അങ്ങനെ അക്കാലഘട്ടത്തിൽ സാധ്യമായ ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി. മദ്രസത്തുൽ മുഹമ്മദിയ 1918 സ്ഥാപിച്ചത്. ആ കാലത്ത് അദ്ദേഹം അതിൻ്റെ അധ്യാപകനായി. JDT സ്കൂളിൽ ദീർഘകാലം അദ്ദേഹം അധ്യാപകനായി. അദ്ദേഹം 1945 വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി നിലകൊണ്ടു. 1925 KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ ചെയർമാനും ബഹുമാനപ്പെട്ട പാറൂർ ഹുസൈൻ സാഹിബ് കൺവീനറുമായി ഉണ്ടാക്കിയ അഡ്ഹോക്ക് കമ്മിറ്റി കേരളത്തിലുടനീളം സന്ദർശിച്ച് പണ്ഡിതന്മാരെ ഈ സന്ദേശം എത്തിച്ച് അവരെ 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ എത്തിച്ച് അവിടെ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. ആ രൂപീകരിക്കുമ്പോൾ അന്ന് മുതൽ മുഖ്യ സംഘാടകനായി അദ്ദേഹം നേതൃനിരയിൽ എന്ന് പറഞ്ഞാൽ മുഷാവറ മെമ്പറായിട്ടല്ല, അദ്ദേഹം സമസ്തയുടെ എല്ലാ പൊതുപരിപാടികളും അതിൻ്റെ ഒരു സംഘാടനം എന്ന് പറഞ്ഞാൽ വേറൊരു മികവാണല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു യോഗം നടത്തേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആരാണ് ഇവിടെ സ്വാഗതം ആശംസിക്കേണ്ടത്, ആരാണ് അതിൻ്റെ എല്ലാവിധ കാര്യപരിപാടികളും തയ്യാറാക്കിക്കൊണ്ടും മിക്ക പരിപാടികളിലും സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടും 1945 വരെ അദ്ദേഹം സമസ്തയിലുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, വഹാബികൾ നമ്മുടെ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി പരാജയപ്പെട്ട മീഞ്ചന്ത സമ്മേളനം, ആ സമ്മേളനവും അതിൻ്റെ ശേഷം പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്തായ ശേഷം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ സമസ്തയുടെ പ്രസംഗരംഗം മേഖല നന്നായി കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ വരെ, അഥവാ 1945 വരെ പാറൂർ ഹുസൈൻ സാഹിബ് സമസ്തയുടെ പ്രചരണ പ്രവർത്തന മേഖലകളിൽ സജീവമായി. എന്നാൽ അദ്ദേഹം അന്ന് ഈ ദേശീയ സമരം നടക്കുന്ന കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൽ അദ്ദേഹം ഏറെ ആകൃഷ്ടനായി. അതോടുകൂടെ അദ്ദേഹത്തിന് മതപ്രവർത്തനത്തെ പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വലം കൈയായി പൊളിറ്റിക്കൽ രംഗത്ത് മുന്നേറുകയുണ്ടായി. അതിനൊരു വിദ്യാഭ്യാസ പ്രവർത്തനം തുടർന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംഘാടനങ്ങളിൽ നിന്ന് കുറേശ്ശെ അദ്ദേഹം വഴിമാറുകയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, 1945 വരെ അദ്ദേഹം സമസ്തയുടെ പ്രചരണ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ദേശീയ കാഴ്ചപ്പാടും അതിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും വലിയ തൽപരനായി അദ്ദേഹത്തോടൊപ്പം ചേരുകയും 1946 മുതൽ അദ്ദേഹത്തിൻ്റെ മേഖല രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹം മാറ്റുകയും ചെയ്തു. 1946 നടന്ന ഇലക്ഷനിൽ കോഴിക്കോട് കുറുമ്പ്രനാട് മണ്ഡലത്തിൽ മുസ്ലിം മജ്ലിസ്, അത് നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാർ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാതിരി തന്നെ അവരുടെ ഒരു പൊതുവേദിയായിരുന്നു മുസ്ലിം മജ്ലിസ്. അതിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം കോഴിക്കോട് കുറുമ്പ്രനാട് മണ്ഡലത്തിൽ മത്സരിച്ചു. അദ്ദേഹത്തെ എതിർത്തത് മലബാർ മുസ്ലിം ലീഗിലെ PP ഹസ്സൻ കോയയായിരുന്നു. ആ കോയ അദ്ദേഹത്തോട് പരാജയപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്തു, ഒരു ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെടാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. പിന്നീട് അദ്ദേഹം 1931 കോഴിക്കോട് നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ 45 വരെ അദ്ദേഹം ഉണ്ട്.
എന്നാൽ 31 കോഴിക്കോട് പ്രസിദ്ധീകരിച്ചിരുന്ന മലബാറി ദിനപത്രം, അതിൽ അദ്ദേഹം അദ്ദേഹം ഒരു ശ്രദ്ധയുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ ആ പത്രം ഇടയ്ക്ക് എന്തായി, അതിൽ ദേശീയ വാർത്തകളൊക്കെ നന്നായി വരുന്നത് കൊണ്ട് അതിനും അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വായനക്കാരനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. എങ്കിലും അദ്ദേഹം 45 വരെ സമസ്ത കേരള ജമിയത്തിനെ വിട്ട് അദ്ദേഹത്തിന് യാതൊരു കടിയും ഉണ്ടായിരുന്നില്ല. 46 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി കൂട്ടുകൂടി മുസ്ലിം മജ്ലിസിൻ്റെ സ്ഥാനാർത്ഥിയായി കോഴിക്കോട് കുറുമ്പനനാട് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. എന്നാൽ ഈ മലബാറി പത്രം കുറഞ്ഞ കാലത്തോടു കൂടി പൂട്ടി. പിന്നെ 952 മാസികയായി ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ചില ദിവസങ്ങളിൽ, ചില ലക്കങ്ങളിൽ ഈ പാറോൽ ഹുസൈൻ സാഹിബിൻ്റെ ചില ലേഖനങ്ങൾ വരാൻ തുടങ്ങി. ആ ലേഖനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ അന്ന് സമസ്തയുടെ പത്രം അൽബയാനാണ്. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ആയിരുന്നു അൽബയാൻ്റെ പത്രാധിപർ. അദ്ദേഹം അൽബയാൻ്റെ പുസ്തകം 1 ലക്കം 4 അഥവാ 1952 സെപ്റ്റംബറിൽ ഈ പാറോൽ ഹുസൈൻ സാഹിബിൻ്റെ പേരിൽ മലബാറി മാസികയിൽ വന്ന ലേഖനത്തെ ഗണ്ണിച്ചുകൊണ്ട് സുദീർഘമായ എഴുത്ത് ലേഖനം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് തന്നെ പേര് വെച്ച് എഴുതിയത് ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ ഒരു 1-2 കണ്ടന്റുകൾ ഞാൻ വായിക്കാം. മലബാരി എന്ന പേരിൽ പുറത്തിറങ്ങുന്ന സ്വതന്ത്ര മാസിക എന്ന പേരിൽ പുറപ്പെടുന്ന ഈ പത്രത്തിൽ സുന്നത്തി ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന പാറോൽ ഹുസൈൻ സാഹിബിൻ്റേതായി ഒരു ലേഖനം കാണുകയുണ്ടായി. ആ ലേഖനത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വിഷയങ്ങളാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകും. പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരോടൊപ്പം സമസ്തയുടെ വാർഷിക യോഗങ്ങളിൽ വരെ പങ്കെടുക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കാൻ്റെ മുന്നോടിയായി പ്രവർത്തനം തുടങ്ങിയ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കൺവീനറാവുകയും ഏകദേശം 945 വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ മേഖലകളിലും ഉണ്ടാവുകയും, എത്രത്തോളം എന്ന് വെച്ചാൽ SYS രൂപീകരിക്കാൻ കാരണമായത് അതിന് മുമ്പ് സമസ്തയുടെ തീരുമാനപ്രകാരം ആമിര എന്നൊരു സമിതിയാണ്. അങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് വരെ ഒരു യോഗത്തിൽ അഭിപ്രായപ്പെട്ട് അതിൻ്റെ വഴികൾ റിപ്പോർട്ടായി അവതരിപ്പിക്കുക വരെ ചെയ്ത ഒരാളിൽ നിന്ന് സുന്നത്തി ജമാഅത്തിന് ഘടകവിരുദ്ധമായ ലേഖനം വന്നത് നിർഭാഗ്യമായൊന്നും. അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി യഥാർത്ഥ ദീനിലേക്ക് മടങ്ങണമെന്നും അതിനായി തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മുസ്ലിം സമുദായം വിട്ടുനിൽക്കണമെന്നും 1952 സെപ്റ്റംബർ ലക്കം അൽബയാനിൽ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ എഴുതുകയുണ്ടായി. ചുരുക്കത്തിൽ അതോടുകൂടെ അദ്ദേഹം സുന്നത്തി ജമാഅത്തിൻ്റെ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും പിന്നീട് അദ്ദേഹം AR നഗർ, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ തട്ടകം AR നഗറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം AR നഗർ കേന്ദ്രീകരിച്ച് ഒരു സ്കൂളിൻ്റെ മാനേജറാവുകയും അവിടെ വെച്ച് അദ്ദേഹം ഒരു കല്യാണം കഴിക്കുകയും 1954 ജൂലൈ 11 തൻ്റെ 54ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ റൂട്ടും ശൈലിയും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് വേണ്ടി കളമൊരുക്കിയ ഈ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന പാറോൽ ഹുസൈൻ സാഹിബിന് അദ്ദേഹം അവസാന കാലം വരെ അദ്ദേഹം അധ്വാനിച്ച പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മരിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ചില ഖളാവുകളിൽ പെട്ടതാണ്. നമ്മളിത് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് സംശയമുണ്ടാവും,
സമസ്തയുടെ ആദ്യത്തെ നേതൃരംഗത്തുണ്ടായിരുന്ന KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പാറൂർ ഹുസൈൻ സാഹിബ്, ഇവരെ പറ്റിയൊക്കെ അറിയണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ അത് ചരിത്രത്തിൽ നിന്നുള്ള ചില നേർരേഖകളാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആ പാറൂർ ഹുസൈൻ സാഹിബ് അദ്ദേഹം പിന്നെ ഭൗതിക രംഗത്തായിരുന്നു, നേരത്തെ തന്നെ അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാപ്പം നല്ല സുന്നിയായിരുന്നു, സുന്നി പശ്ചാത്തലമുള്ള ആളാണ്, സുന്നി മേലിലെ ഖത്തീബായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. കോഴിക്കോട് മുഹമ്മദിയ സ്കൂൾ സാറായിരുന്നു. അതുപോലെ JDTയിലെ അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം സ്കൂൾ മാനേജറായി. മരണസമയത്തും അദ്ദേഹം AR നഗറിലും ഒരു സ്കൂളിൻ്റെ മേലാധികാരിയായി. അതേ സ്കൂൾ ഒരു ടീച്ചറെ അദ്ദേഹം കല്യാണം കഴിച്ചു. അങ്ങനെ തീർത്തും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളിൽ സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിമർശനങ്ങൾ വന്നപ്പോൾ അദ്ദേഹവുമായുള്ള സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുള്ള ബന്ധം നിലക്കുകയും അങ്ങനെ അദ്ദേഹം പൂർണ്ണ പൊളിറ്റിക്കൽ, അതേ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനായി സംഘാടകനായി ഉണ്ടായിരുന്ന ഒരാൾ അവസാന കാലത്ത് സജീവ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ചരിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി നിലവിൽ വന്നതിനെ പറ്റിയുള്ള ചരിത്രത്തിലൂടെ നമുക്ക് കടക്കാം. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ പ്രവർത്തകന്മാർ കേൾക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷയത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കണം. ഇന്നലെ തന്നെ കുറേ ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ അവരുമായി നേരിട്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പബ്ലിക് പറയേണ്ടതായ പ്രത്യേകമായ കാര്യങ്ങളൊന്നും അതിലില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് പബ്ലിക് പറയേണ്ടതായ വിഷയങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ അതും ചോദിക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിലായി നമുക്ക് വിശദീകരിക്കാം. അർഹമുർറാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബ് നമ്മുടെ എല്ലാ സഹികളും കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇപ്പോൾ പഴയ മാതിരി അല്ലല്ലോ, വാട്സപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് വാട്സപ്പുകളിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോരുത്തർ പറയും. എല്ലാ വിഷയവും അല്ലാഹ്ക്കറിയാം. ഏതായാലും ലോകത്താകമാനം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആജിലായ ശിഫാവ് നൽകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടായവർക്ക് അള്ളാഹു കടം തീർത്ത് നല്ല സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ. ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു